എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ലഞ്ച് തന്നെയാണ്. ഈ വീക്ക് ക്ലെൻസിങ് എന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. ജ്യൂസിനേക്കാളും നല്ലത് എപ്പോഴും ഫ്രൂട്ട്സ് പീസസ് ആയിട്ട് കട്ട് ഫ്രൂട്ടായിട്ട് കഴിക്കണേ കേട്ടോ നല്ലത്. അതുകൊണ്ടാണ് ജ്യൂസ് ആക്കാതെ. അതുപോലെ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല ജ്യൂസിൻ്റെ പരിപാടി. അന്നേരം ഇങ്ങനെ അങ്ങ് എടുത്തു കേട്ടോ. ഇന്ന് ഞാൻ കഴിക്കണേ വാട്ടർമെലൺ, ദെൻ ഡ്രാഗൺ ഫ്രൂട്ട്. നമുക്ക് ഇപ്പം ചിലവർ പറയും എൻ്റെ അവിടെ സീസണല്ല ഇന്ന ഫ്രൂട്ട്. അത് കുഴപ്പമില്ല കേട്ടോ. നിങ്ങളുടെ അവിടെ അവൈലബിൾ ആയിട്ടുള്ള സീസണൽ ഫുഡ് വേണം ഫോക്കസ് ചെയ്യാൻ. അന്നേരം നല്ല ഫ്രൂട്ടും കിട്ടും, പ്ലസ് കോസ്റ്റ് കുറവുമായിരിക്കും കേട്ടോ. അന്നേരം പിന്നെ അങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു വീക്ക് കംപ്ലീറ്റ്ലി വാട്ടർ ഡയറ്റ്, ഫ്രൂട്ട് ഡയറ്റ്, വെജിറ്റബിൾ ഡയറ്റ് അങ്ങനെയുള്ള ഓപ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ലോസ് നന്നായിട്ട് കിട്ടും കേട്ടോ. ഇത്തിരി തണുപ്പുണ്ടെന്ന് മാത്രം, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. ഡ്രാഗൺ ഫ്രൂട്ട് ബേസിക്കലി എനിക്കിഷ്ടമാണ്. പലർക്കും ഇഷ്ടമല്ലാത്ത സാധനം ഡ്രാഗൺ ഫ്രൂട്ട്. ഇതിനകത്ത് ടേസ്റ്റോ ഒന്നുമില്ലാത്ത ഒരു സാധനം, പച്ചവെള്ളം പോലത്തെ ഒരു സാധനം കേട്ടോ. പക്ഷേ ഇതിനകത്ത് ഒത്തിരി ഗുണങ്ങളുണ്ട് നമുക്ക്. പിന്നെ പലരും എന്നോട് ചോദിച്ചു വെള്ളത്തിൻ്റെ കാര്യം, ഡ്രിങ്ക് റെഡിയാക്കണ്ടേ. നാളെ ഡ്രിങ്ക് ആയിരിക്കും നമ്മുടെ വീഡിയോ. ഓക്കെ, നാട്ടിൻപുറത്ത് കിട്ടുന്ന ഒരു സാധനമായിരിക്കും നാളത്തെ ഡ്രിങ്ക്. എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമായിരിക്കും. നാളത്തെ ഡ്രിങ്ക് ബ്ലോട്ടിങ് ഉള്ളത്, പീരീഡ്സിൻ്റെ പെയിൻ മാറാൻ, പിന്നെ കോൺസ്റ്റിപ്പേഷൻ, പിന്നെ ഈ 3 കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത് കേട്ടോ. നേരം നാളത്തെ വീഡിയോ മറക്കാതെ കാണണം. നേരം കണ്ടോ, കളർഫുള്ളും ആണ്, സാറ്റിസ്ഫൈഡും ആണ്. നമുക്ക് എന്തോ ഒരു തൃപ്തി കിട്ടും ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ. കഴിക്കണതിന് മുമ്പ് അയ്യോ ഇത് മാത്രമാണല്ലോ എന്ന് ഓർത്ത് നിങ്ങൾ കഴിക്കാൻ പോകരുത് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഭയങ്കര അയ്യോ ഞാനൊന്നും കഴിച്ചില്ല എന്നുള്ള ഫീല് വരും. അല്ല, ഇത് ഞാൻ കഴിച്ചു, എൻ്റെ ഹെൽത്തിന് വേണ്ടിയാണ്, ഐ എം ഫിൽ. പിന്നെ വെള്ളം, പ്രോപ്പറായിട്ടുള്ള വെള്ളം കൂടി നമുക്ക് അത്യാവശ്യമാണ്, അത് മറക്കരുത്. വെള്ളമില്ലെങ്കിൽ പല കാര്യത്തിന് നമുക്ക് പ്രശ്നങ്ങൾ വരും. ഇത് നിങ്ങളെ മനസ്സിലാക്കുക. എത്ര പറഞ്ഞാലും മനസ്സിലാക്കാത്ത കുറേ പേരുണ്ട് വെള്ളത്തിൻ്റെ കാര്യം. അത് നിങ്ങൾ വെള്ളത്തിൽ കോംപ്രമൈസ് ചെയ്യരുത്. സ്കിന്നിന്, ഹെയറിന്, ഡൈജഷന്, ബോഡി ഫങ്ഷൻസിന് ഒക്കെ വെള്ളം ആവശ്യമുണ്ട്. ഈവൻ കണ്ണ് മൂവ് ചെയ്യണ തന്നെ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, അതിനകത്തും വാട്ടറുണ്ട്. സലൈവ, എല്ലാത്തിനും വെള്ളം വേണമെന്നേ. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെള്ളം നന്നായിട്ട് കുടിക്കുക. ഓക്കെ, വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്